തൃശ്ശൂർ പൂരത്തിനിടെ വിദേശ വനിതയെ അപമാനിക്കാൻ ശ്രമമുണ്ടായി. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ബ്ലോഗറെ പാലക്കാട് സ്വദേശി ബലമായി ചുംബിക്കാൻ ശ്രമിച്ചു എന്നാണ് വാർത്ത. ഉത്തരാഖണ്ഡിൽ വിദേശ ദമ്പതികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കേരളം സുരക്ഷിതമാണ് എന്ന തരത്തിൽ വീഡിയോ ചെയ്ത ബ്ലോഗറാണ് ഇപ്പോൾ ആക്രമണത്തിൽപ്പെട്ടത്. അതിക്രമത്തിൻ്റെ ദൃശ്യം 24-ന് ലഭിച്ചിട്ടുണ്ട്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ് സജി, വിവരങ്ങൾ. എസ്കെൻ, അപമാനകരവും അതുപോലെ തന്നെ സങ്കടകരമായ ഒരു സംഭവമാണ് ഈ തൃശൂർ പൂരത്തിനിടയിൽ നടന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ദമ്പതികൾ അവർ ഈ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. അത്തരത്തിലാണ് ഈ വിദേശ വനിതയും ഈ തൃശൂർ പൂരത്തിനെത്തുന്നത്. ആ സമയത്ത് തൃശൂർ പൂരത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് പാലക്കാട് സ്വദേശിയായ ഒരാൾ ഇവരെ ചുംബിക്കാൻ, ഈ വിദേശ വനിതയെ ചുംബിക്കാൻ ഒരു ശ്രമം നടന്നു. പിന്നീട് അവർ തന്നെ ഇയാളെ ബലമായി തള്ളി മാറ്റുകയായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഇവർ തന്നെ ഈ വ്ലോഗിൽ, അതായത് പുതിയൊരു വ്ലോഗ് വീഡിയോ ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലൊരു തനിക്കൊരു ദുരനുഭവം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സംഭവം പുറത്തുവിടുന്നത്. ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഉത്തരാഖണ്ഡിൽ വിദേശ വനിതയും അതുപോലെ തന്നെ ഭർത്താവും ആക്രമിക്കപ്പെട്ട സമയത്ത് കേരളത്തെ പിന്തുണച്ച് കേരളം ഏറെ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത ദമ്പതികളാണ് ഇവർ അന്ന് പറഞ്ഞിരുന്നത്. കേരളത്തിലെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ ടേബിളിൽ വിലപിടിപ്പുള്ള ഫോൺ വെച്ച് നമ്മൾ കൈ കഴുകാൻ പോവുകയാണെങ്കിൽ കൈ കഴുകി മടങ്ങി വരുമ്പോഴും ആ ടേബിളിൽ ആ ഫോൺ ഉണ്ടാകും. അത് കേരളത്തിന്റെ ഉറപ്പാണ്. കേരളം അത്രമാത്രം സുരക്ഷിതമാണ് എന്ന തരത്തിൽ വീഡിയോ ചെയ്ത ദമ്പതികൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ഒരു അതിക്രമം തൃശൂർ പൂരത്തിനിടയിൽ ഉണ്ടായത് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ സംഭവത്തിൽ തൃശൂരിലെ തന്നെ ചില, അതായത് വാക്കേഴ്സ് ക്ലബ്ബ് പോലുള്ള ക്ലബ്ബുകളുണ്ട്. അത്തരം ക്ലബ്ബുകളെല്ലാം ഇപ്പോൾ ഈ പരാതിയുമായി പോലീസിനെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ്. എന്തായാലും ഏറെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഈ തൃശൂർ പൂരത്തിനിടയിൽ ഉണ്ടായത്. എസ്കെ സൂരജ്, ഒരു സംശയം. ആ പല്ലടിച്ച് കാണിച്ച അക്രമിയുണ്ടല്ലോ, അയാളാണ് അക്രമി എന്ന് മനസ്സിലാക്കുന്നു. അയാളെ പോലീസ് പിടിച്ചോ, അതോ പൂരം കഴിഞ്ഞ് പുള്ളി പാലക്കാട്ടേക്ക് മടങ്ങിപ്പോയോ? എസ്കെൻ, എന്തായാലും നിലവിൽ ഇദ്ദേഹം പാലക്കാടാണുള്ളത്. ഇദ്ദേഹത്തിന്റെ വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ വ്യക്തിപരമായി തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ പേര് പോലും പുറത്തുവിടാത്തത്. പോലീസ് അന്വേഷിക്കട്ടെ. ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് ശേഷം പോലീസ് ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചും ഈ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് കേരളം സുരക്ഷിതമാണെന്ന് കരുതി ഇങ്ങോട്ടേക്ക് എത്തിയ വിദേശ ദമ്പതികളാണ്. അതിൽപ്പെട്ട വിദേശ വനിതയ്ക്ക് നേരെയാണ് ഇത്തരത്തിൽ അപമാനകരമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിൽ കൃത്യമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. നൂറുകണക്കിന് ആളുകൾ തൃശൂർ പൂരത്തിനിടെ എത്തുന്നതാണ്. ആ സമയത്തെല്ലാം തന്നെ കൃത്യമായ സുരക്ഷിതത്വം എല്ലാം തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട്. ഓരോ പൂരത്തിനെത്തുന്ന ആളുകൾ സ്വയം ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ അത് ഉറപ്പാക്കുന്ന ഒരു നടപടിയാണ് ഈ പൂരത്തിനിടയിലെല്ലാം ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ ഒരു തിരക്കോ ഒന്നും തന്നെ ഇല്ലാത്ത സമയത്താണ് ഇത്തരത്തിൽ ഈ വിദേശ വനിതയ്ക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായതെന്നുള്ളതാണ് ശ്രദ്ധേയമായുള്ള കാര്യം. എന്തായാലും ഇതിൽ ഇതുവരെയും പോലീസ് നടപടിയൊന്നും ആരംഭിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അധികം വൈകാതെ നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്ന മാത്രം തന്നെ പോലീസ് ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് എസ്കെൻ നമ്മൾ കരുതുന്നത്. താങ്ക് യു സൂരജ് സജി. എന്തായാലും പോലീസ് ആക്ട് ചെയ്യട്ടെ. മാത്രമല്ല, ഇത്തരം അതിക്രമങ്ങൾ വിദേശത്ത് വരുന്നവരോട് ഉണ്ടാകാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. കാരണം നമ്മൾ ഈ ടൂറിസ്റ്റുകളൊക്കെ തന്നെ നമ്മുടെ സൈറ്റിലൊക്കെ തിരയുമ്പോൾ ഇന്ത്യയിൽ പോയാലൊന്ന് ശ്രദ്ധിച്ചോണം, അവിടെ ഞരമ്പ് രോഗികളുണ്ട് എന്ന രീതിയിൽ വ്യാഖ്യാനമുള്ള സൈറ്റുകളിലൊക്കെ ചില പരാമർശങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കർക്കശമായ കരുത്താർച്ച നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.